Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, Miss. Good afternoon, all. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ഹോസ്പിറ്റൽസ് ആണ്. നമുക്കറിയാം കമ്പ്യൂട്ടേഴ്സിന്റെ യൂസ്. അപ്പൊ ഹോസ്പിറ്റൽ ആവട്ടെ, ഏതൊരു ഫീൽഡ് ആവട്ടെ, ഇനി നമ്മളിപ്പോ എന്താ പറയുക, എഡ്യൂക്കേഷൻ ഫീൽഡ് ആവട്ടെ, ഏതൊരു ഫീൽഡിൽ കമ്പ്യൂട്ടറിന്റെ യൂസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നമ്മളെന്താ നെറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മള് നല്ല രീതിയിൽ ഹോസ്പിറ്റൽസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ്. ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് ആണ്. നാലാമത്തെ മൊഡ്യൂളാണോ മിസ്? നാലാമത്തെ മൊഡ്യൂള് ചാപ്റ്റർ 8 ലാസ്റ്റ് പോർഷനിലേക്ക് വന്നു. ഞാൻ ഈ ഒരു ടോപ്പിക് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. റൗണ്ട് സമ്മപ്പ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക്, ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. എല്ലാവരും ആ ചാപ്റ്ററിൽ ഇട്ട് വെച്ചിരിക്കണേ? Yes, ma'am. ഓക്കെ. അപ്പോ സോ ഇതിൽ ഫസ്റ്റ് ഇവര് പറയുന്നത് നമ്മൾ എത്ര യൂസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? എത്ര യൂസസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു? 10 യൂസസ് പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ, പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, 10 യൂസസ് പറഞ്ഞു. ഫസ്റ്റ് പറയുന്നത് മെയിൻറ്റെയിൻ പേഷ്യന്റ് ഇൻഫർമേഷൻ ആണ്. പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ്, അതേപോലെ ഹിസ്റ്ററി, അതേപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കാറുണ്ട്. മുമ്പ് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് പഠിച്ചതുപോലെ ഫയലിലല്ല, നമ്മൾ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻസ് സൂക്ഷിച്ചു വെക്കുന്നത്. സോ നമുക്ക് എപ്പോ വേണമെങ്കിലും അത് അസസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. എപ്പോ വേണമെങ്കിലും നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? അസസ് ചെയ്യാൻ പറ്റും. ദെൻ രണ്ടാമത്തെ യൂസ് പറഞ്ഞത് ഏതായിരുന്നു? മോണിറ്ററിങ് പേഷ്യൻസ്. നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ, പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരെ മോണിറ്റർ ചെയ്യാണ്. അവരുടെ ഹാർട്ട് ബീറ്റ്, ഇല്ലടാ ലാസ്റ്റ് പോർഷനും കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞു എന്നോളൂ. നമ്മൾ അവരുടെ ഹാർട്ട് ബീറ്റ്, അതേപോലെ ബ്ലഡ് പ്രഷർ ഒക്കെ നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ മെഡിക്കൽ റിസർച്ച് പർപ്പസ്, എന്തെങ്കിലും അസുഖത്തെ കുറിച്ച് പഠനം നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പഠനങ്ങൾ, ക്ലിനിക്കൽ സർട്ടൻ അലൈൻമെന്റ്സിനെ കുറിച്ച്, ഡിസീസിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ചില ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് പഠനം നടത്താൻ റിസർച്ച് ഒക്കെ നടത്താറുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും വാക്സിൻസ് കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻവെന്ററി മാനേജ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. മെഡിക്കൽ ഫീൽഡിൽ ഫാർമസി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാർമസിയിൽ നമ്മൾ ഇൻവെന്ററി കൺട്രോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മുടെ ഇൻവെന്ററി മാനേജേഴ്സിന് വളരെ എളുപ്പത്തിൽ അവരുടെ സ്റ്റോക്ക് ലെവൽ ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഫ്യൂ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ എത്ര സ്റ്റോക്ക് ക്ലോസിംഗ് ഉണ്ട്, എന്നൊരു ക്ലോസിംഗ് ആയിട്ടുള്ള ഇൻവെന്ററീസ് ഉണ്ട്, എത്ര പർച്ചേസ് വന്നിട്ടുണ്ട്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇൻവെന്ററിയുടെ ഒരു ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദെൻ അടുത്താണ് യൂസ് ഇൻ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഓപ്പറേഷൻസോ സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടേഴ്സ് ഒരു പരിധി വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു നല്ല ആക്യുറേറ്റ് ആയിരിക്കും, നമ്മുടെ മനുഷ്യരെക്കാളും ആക്യുറേറ്റ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടേഴ്സ്. പ്രോഗ്രാമിലാണ്. സോ പ്രോഗ്രാംസ് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. സോ ഒരു പരിധി വരെയും ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റീവ് റൂമില്. ദെൻ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് ഇമേജിംഗ് ആണ്. വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമുക്ക് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ അൾട്രാസോണോഗ്രഫി ആവട്ടെ, CT സ്കാൻ, MRI, അതേപോലെ ബ്ലഡ് ടെസ്റ്റിന്റെ ഒക്കെ കേസുകളും ഇതേപോലത്തെ ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, പിന്നെ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിത്തിൻ ഹോസ്പിറ്റലിൽ തന്നെ വേണ്ട, നമ്മൾ തന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി.
വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലാസ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ, അത് പറഞ്ഞ പോലെ ഒരു 10 വർഷം മുമ്പ് എന്നോട് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഫീൽഡ് ഭയങ്കര വലിയൊരു സാധ്യതയാണ് ഈ കമ്പ്യൂട്ടറും ഇന്റർനെറ്റും കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറ്റ് എ ടൈം റിയൽ ടൈം നമുക്ക് മറ്റൊരു രാജ്യത്തുള്ള ഒരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ ഇൻഫർമേഷൻസ്. സോ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എന്താണ് ഒരു മാറ്റമാണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനും അതേപോലെ അവർക്ക് ആരെങ്കിലും ബെറ്റർ ഒപ്പീനിയൻ എടുക്കാനൊക്കെ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാണ്. ദെൻ പറഞ്ഞത് ടെലിമെഡിസിൻ ആണ്. നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയത്ത് ഒരുപാട് കേട്ടിട്ടുള്ളൊരു ഫെസിലിറ്റി ആണ് ടെലിമെഡിസിനെ കുറിച്ചിട്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് ടെലിമെഡിസിൻ ഇന്ന് റിമോട്ട്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പേഷ്യന്റോ അല്ലെങ്കിൽ ഡോക്ടറോ ഫിസിക്കലി പ്രസന്റ് അല്ലാതെ പോലും വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സെൽഫോൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരിൽ നിന്ന് റെഫറൻസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് എടുക്കാനും അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടെലിമെഡിസിൻ വഴി. സോ ഇത് കൊറോണയുടെ ഒക്കെ സമയത്ത് കുറച്ചും കൂടി എന്താ പറയാ ബെനിഫിഷ്യൽ ആയിരുന്നു. അതേപോലെ നാച്ചുറൽ കലാമിറ്റീസ് ടെലിമെഡിസിൻ എന്ന് വെച്ചാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണ്. അവിടെ എന്തില്ല, ഫിസിക്കൽ പ്രസൻസ് ഇല്ല, പേഷ്യന്റിന്റെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയോ ഫിസിക്കൽ പ്രസൻസ് ഇല്ല. വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ടെലിമെഡിസിനിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ പറഞ്ഞത് കസ്റ്റമർ സർവീസ് ആണ്. വിത്ത് ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്കറിയാം എയുടെ ഹെൽപ്പോട് കൂടി പേഷ്യൻസിന് കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പരിധി വരെ കമ്പ്യൂട്ടേഴ്സിന് പറ്റുന്നുണ്ട്. നമ്മൾ പേയ്മെന്റ്സ് അതേപോലെ നമ്മളുടെ ഡിമാൻഡ്സ് കംപ്ലൈൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുക, ഫോൺ ചെയ്യുക, ദെൻ അപ്പുറത്തുനിന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചിലപ്പോൾ ഒരു വ്യക്തി ആവണമെന്നില്ല, ആരായിരിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും. അപ്പോ ഇന്ന് ഹോസ്പിറ്റൽ ഫീൽഡില് നമ്മൾ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പേയ്മെന്റ്സ്, ഡിമാൻഡ്സ്, കംപ്ലൈൻസ്, ഇതേപോലെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങള് കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനും അതേപോലെ നമ്മൾ അഡ്മിഷൻ എടുക്കാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എയുടെ ഹെൽപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ പറഞ്ഞത് ഓൺലൈൻ പേയ്മെന്റ്സ് ആണ്. നമ്മൾ ഓൺലൈൻ ഹോസ്പിറ്റൽസ് ഓൺലൈൻ പേയ്മെന്റ്സ് വന്നതോടുകൂടി ആ ഒരു വലിയൊരു ക്യൂബ് ഉണ്ട്, ക്യാഷ് കൗണ്ടറിന്റെ ഫ്രണ്ടിലുള്ള ഒരു ക്യൂബ് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ കറക്റ്റ് ആയിരിക്കും, എറേഴ്സ് ഒന്നും വരില്ല, കാരണം ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഒരു കറക്റ്റ് ബിൽ എമൗണ്ട് കൊടുക്കുമ്പോൾ ദെൻ ബിൽ എമൗണ്ടുകൾ തമ്മിൽ ഡൗട്ട് അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ എമൗണ്ട് മിസ്സായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ടൈമിന്റെ ഒരു ടൈമിംഗ് മതി നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനായിട്ട്. നമ്മൾ എല്ലാവരും ഓൺലൈൻ പേയ്മെന്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിലൂടെയൊക്കെ പേയ്മെന്റ് നടത്തുന്ന വ്യക്തികളാണ് ആയിരിക്കണം. ഗൂഗിൾ പേ, ഫോൺ പേ അതേപോലത്തെ ഓൺലൈൻ പേയ്മെന്റ്സ് നമ്മൾ ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ പേയ്മെന്റ്സ് എങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. സോ ഓൺലൈൻ പേയ്മെന്റ്സിന് ലെസ് ടൈം കൺസ്യൂമിംഗ് ആണ്, എറേഴ്സ് കുറവാണ്. ഇപ്പൊ നിങ്ങൾ പറയും കാർഡ് പേയ്മെന്റ്സിനും എറേഴ്സ് ടൈം കുറവല്ലേ, പക്ഷെ കാർഡ് പേയ്മെന്റ് പ്രശ്നം നമ്മൾ ഈ ലോങ് ക്യൂബില് നിന്ന് തന്നെ വേണം നമ്മൾ ആ ക്യൂബ് ചെല്ലുമ്പോഴായിരിക്കും നമ്മൾ കാർഡ് കൊടുക്കുക, അപ്പോഴായിരിക്കും പേയ്മെന്റ്. സോ അത്രയും നേരം ആ ഒരു വലിയ ലോങ് ക്യൂവില് നമ്മുടെ അത്രയും വിലപ്പെട്ട സമയം കളയേണ്ട കാര്യമില്ല. മുമ്പ് ഡിസ്ചാർജ് പ്രോസസ് എന്ന് പറയുമ്പോൾ ഡിസ്ചാർജ് ആയി എന്ന് പറയുമ്പോൾ തന്നെ ഈ ബില്ല് സെറ്റിൽ ചെയ്യുന്നത് ഭയങ്കര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് വളരെ ഈസി ആയി വിത്ത് ഹെൽപ്പ് ഓഫ് ഓൺലൈൻ പേയ്മെന്റ്സ്. സോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താ പറയാ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഡേ ടു ഡേ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടർ ആയിട്ടാണ് വരുന്നത്. സോ കമ്പ്യൂട്ടേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇനി നമ്മള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്തെല്ലാമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജേഴ്സിന് HIM എന്ന് പറയും. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജേഴ്സിന് HIM. Organize, oversee and protect the patient health information data which includes symptoms, diagnosis, medical history, test result and procedures. ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ് ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇപ്പൊ ആ പേഷ്യന്റ് സിംറ്റംസ്, അസുഖം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ മെഡിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റ് എന്തെല്ലാം മുമ്പ് എന്തൊക്കെ അസുഖങ്ങൾ വന്നിട്ടുണ്ട്,
അതേപോലെ അദ്ദേഹത്തിന് നടത്തിയ ടെസ്റ്റുകൾ, അതിന്റെ റിസൾട്ട്, ഇനി എന്തൊക്കെ പ്രൊസീജിയർ ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്, ഇത് സംബന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഹെൽത്ത് ഇൻഫർമേഷൻസ്, സോറി മിസ്റ്റേക്ക് പറ്റിയതാ, ഹെൽത്ത് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ നിന്നാണ് പറഞ്ഞത്, ഹെൽത്ത് ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യും, ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് സൂക്ഷിക്കും. അവരാണ് ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി. അവരുടെ കയ്യിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് മിസ് ആവാൻ പാടില്ല. The extract job description based on professional job title. അതുകൊണ്ടാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് എന്ന് പറയുന്നത്. ഇവരെ അവരുടെ ജോബ് ടൈറ്റിൽ ആണത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. ഹെൽത്ത് പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. സോ അവരുടെ ഇമ്പോർട്ടന്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഓവർസീ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് പ്രൊട്ടക്ട് ചെയ്യുക. കാരണം ഇൻഫർമേഷൻസ് നഷ്ടപ്പെട്ടു പോകാനായിട്ട് പാടില്ല. നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെ എന്താ പറയുക വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ് എന്ത് ഈ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ്. ഒരു കാരണവശാലും അത് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സായി പോകാൻ പാടില്ല. അല്ലെങ്കിൽ മറ്റ് ഓതറൈസ്ഡ് ആയിട്ട് അല്ലാത്ത പേഴ്സൺസ് ഉണ്ടാവും, ഹോസ്പിറ്റൽസിന്റെ ഓതറൈസേഷൻ ഇല്ലാത്ത പേഴ്സൺസ് ഇതൊരു കാരണവശാലും അസസ് ചെയ്യാൻ പാടില്ല. ഇതെല്ലാം നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം, ഇതെല്ലാം കറക്റ്റ് ആണ്, ഇതെല്ലാം പ്രോപ്പർ ആയിട്ടാണ് പോണേ എന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. However, there are some daily tasks that most health information managers do. ഇപ്പൊ താഴെ പറയുന്ന ഡെയിലി ടാസ്കിൽ കൂടാതെ ഇവരുടെ ഡാറ്റാസ് കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് കൂടാതെ താഴെ പറയുന്ന ടാസ്കുകളും കൂടി ആര് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്തെല്ലാമാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടീസ് എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. നമ്മൾ 6 ഡ്യൂട്ടീസ് ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിനെ കുറിച്ച് പറയുന്നത്. Establish health information system and process to ensure the complete and accurate documentation of medical records. ഈ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഹെൽപ്പോട് കൂടി ഇവര് എസ്റ്റാബ്ലിഷ് ചെയ്തോടുകൂടി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ്, പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് എന്ത് ചെയ്യണം? ഡോക്യുമെന്റ്സ് ആയിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ്. ഇത് ഒരുപാട് മെഡിക്കൽ സ്റ്റാഫ്, നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മിക്ക മെഡിക്കൽ സ്റ്റാഫായിട്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതായിട്ട് വരും. വർക്ക് വിത്ത് വേരിയസ് മെഡിക്കൽ സ്റ്റാഫ് ഇൻക്ലൂഡിംഗ് നഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് ടു എൻഹാൻസ് ദ ക്വാളിറ്റി ആൻഡ് ആക്യുറസി ഓഫ് പേഷ്യൻസ് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ എന്ത് ചെയ്യാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനാണ് വേണ്ടിയിട്ട് നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ഹോസ്പിറ്റലിലെ ബാക്കിയുള്ള മെഡിക്കൽ സ്റ്റാഫും അതേപോലെ നേഴ്സും ഡോക്ടേഴ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഡോക്ടേഴ്സും നേഴ്സും തരുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കോഡ് ഉണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ടാവും. കോഡാണ് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്യും, എൻക്രിപ്ഷൻ കോഡ്, ഡീക്രിപ്ഷൻ കോഡ് എന്നൊക്കെ കമ്പ്യൂട്ടർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻസ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ബഗ് എന്ന് വെച്ചാൽ ബഗ് ഫ്രീ ആയിട്ടുള്ള സംവിധാനങ്ങൾ ഉറപ്പുവരുത്തണം. എറർ ഫ്രീ അല്ലെങ്കിൽ ബഗ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെക്യൂരിറ്റീസ് നമ്മൾ ഹോസ്പിറ്റൽസിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കോഡ് ഓർ കൊളാബറേറ്റ് വിത്ത് കോഡേഴ്സ് എന്ന് വെച്ചാൽ കോഡുകളായിട്ട് നമ്മളിപ്പോ എൻറ്റർ ചെയ്യുന്ന ഡാറ്റാസ് കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് കോഡായിട്ടായിരിക്കും. അത് നമ്മൾ ആവശ്യം വരുമ്പോൾ അത് എൻക്രിപ്റ്റ് ചെയ്തെടുക്കും. എൻക്രിപ്ഷനും നിങ്ങൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുമ്പോൾ അതൊക്കെ അവിടെ വരും. ജസ്റ്റ് കോഡാണ്, നമ്മൾ കോഡ് യൂസ് ചെയ്യാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഈ ഹെൽത്ത് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഹെൽത്ത് ഇൻഫർമേഷൻ വെച്ചിട്ട് അവർ എന്ത് ചെയ്യും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഇന്ത്യയിലുള്ള സിറ്റിസൺസിന് മൊത്തം ഹെൽത്ത് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് എന്താ പറയാ പേസ് മേക്കർ യൂസ് ചെയ്തിട്ടുള്ളത്, അവരെവിടെ നിന്നാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, അപ്പൊ അങ്ങനെയൊക്കെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടെററിസ്റ്റ് ഗ്രൂപ്പിനൊക്കെ കൈമാറി കഴിഞ്ഞാൽ അത് വെച്ച് അവർക്ക് ഒരു അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അങ്ങനെ അറ്റാക്ക് ഞാൻ ഏതൊരു ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്, പേസ് മേക്കറിന്റെ വെച്ചിട്ടുള്ള അറ്റാക്കുകൾ. സോ
അത് ഇൻഫർമേഷൻസ് നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ലീക്ക് ആക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല സെക്യൂരിറ്റീസും ബഗ് ഫ്രീ ആയിട്ടുള്ള സിസ്റ്റംസും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറ്റാരും ആ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോഡുകൾ യൂസ് ചെയ്യുന്നത്. Make regular audit to ensure the health information department, health information manager റെഗുലർ ആയിട്ട് ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഡിറ്റ് ചെയ്യണം. അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്സ്, അവരുടെ പ്രോസസ്സ് കംപ്ലീറ്റ് വിത്ത് ഗൈഡ് ലൈൻസ്, അവർക്ക് ആവശ്യമുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക. ആസ് വെൽ ആസ് ഫെഡറൽ ആൻഡ് സ്റ്റേറ്റ് ലോസ്, നമ്മളുടെ സ്റ്റേറ്റ് ലോസും ഫെഡറൽ ലോസും എന്തെല്ലാം കാര്യങ്ങളാണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ടെക്നിക്സും നമ്മുടെ പ്രോസസ്സും ഒക്കെ പോകുന്നേ എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. Cooperate with compliance officers that regularly track audit vendors from third-party auditors, insurance company, and find trends in the data. ഇവര് നമ്മളെന്താ പറയുക, ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് മറ്റ് സ്റ്റാഫുകളായിട്ട് മറ്റ് ഓഫീസേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ ഓഡിറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, ഇൻഷുറൻസ് കമ്പനീസ് ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അവർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. സോ ഇതെല്ലാം ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജറിന്റെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. Organize and analyze health information for better utilization. നമ്മളുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാം, അത് അനലൈസ് ചെയ്യാം, അത് നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചെടുക്കാം. പ്രോസസ് ഫോർ ഇംപ്രൂവ്മെന്റ്, പ്രിപ്പയറിംഗ് റിപ്പോർട്ട്, റിസർച്ച് പർപ്പസ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഹെൽത്ത് ഇൻഫർമേഷൻസ് മാറ്റിവെക്കാം. ഇംപ്രൂവ്മെന്റിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ, റിസർച്ച് പർപ്പസിനൊക്കെ നമുക്ക് ഈ ഹെൽത്ത് ഇൻഫർമേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. There are some jobs carried out by the health information managers relying on specific subfield we end up in. We may have more specialized duties. ഈ പറഞ്ഞ ഡ്യൂട്ടീസ് കൂടാതെ ഹോസ്പിറ്റൽ അദ്ദേഹത്തിൻ്റെതായ മറ്റു ഡ്യൂട്ടീസ് സബ്ഫീൽഡുകൾ ഉണ്ടാവും. അതിലുള്ള ഡ്യൂട്ടീസും കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നതായിട്ട് വരും. നമ്മൾ പറഞ്ഞത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. പേഷ്യൻസിന്റെ ഹെൽത്ത് ഇൻഫർമേഷൻസ് കറക്റ്റ് ആണ്, ആക്യുറേറ്റ് ആണ്, പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ഓവർസീ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ളത് ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ഇൻഫർമേഷൻസിൽ എന്തെല്ലാം ഇൻക്ലൂഡഡ് ആണ്? പേഷ്യൻസിന്റെ അസുഖത്തിന്റെ സിംറ്റംസ്, ഡയഗ്നോസിസ്, മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട്, അതേപോലെ പ്രൊസീജിയേഴ്സ്, അവരിപ്പോ എന്ത് ട്രീറ്റ്മെന്റ് ആണോ ഫോളോ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും ഈ ഹെൽത്ത് ഇൻഫർമേഷൻസിൽ ഇൻക്ലൂഡ് ആണ്. ഇത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിനാണ്. ജസ്റ്റ് ഒരു ജോബ് ടൈറ്റിൽ നല്ലൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ആണ്. അദ്ദേഹത്തിന് ഹെൽത്ത് ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡ്യൂട്ടീസ്, നമ്മളൊക്കെ സെനൻസി പറഞ്ഞ ഈ ഡ്യൂട്ടീസ് അല്ല, താഴെ പറയുന്ന ഒരുപാട് ഡ്യൂട്ടീസ് അദ്ദേഹം പെർഫോം ചെയ്തതായിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് ഇൻഫർമേഷൻസ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് എല്ലാം ഡോക്യുമെന്റേഷൻ ചെയ്ത് വെക്കണം, ഡോക്യുമെന്റ് ആക്കി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. ഈ ഡോക്യുമെന്റ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലുള്ള നേഴ്സും ഡോക്ടേഴ്സ് ആയിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. എന്നാലാണ് നല്ല ക്വാളിറ്റി ആക്യുറേറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഡോക്യുമെന്റിൽ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ഇൻഫർമേഷൻസ് നല്ല കോഡ് ഉപയോഗിച്ച് ബഗ് ഫ്രീ ആയിട്ട് ഒരു സിസ്റ്റത്തിലായിരിക്കും, നല്ല സെക്യൂർഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കൺട്രോൾ ചെയ്യാൻ. ഇതേപോലെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മാത്രമേ ഇൻഫർമേഷൻസ് അക്സസ് ചെയ്യുന്നുള്ളൂ എന്ന് ആരും ഉറപ്പുവരുത്തണം? ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ഉറപ്പുവരുത്തണം. അതേപോലെ ഈ ഇൻഫർമേഷൻസിൽ റെഗുലർ ഓഡിറ്റ്, ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റില് ബഗ് ഫ്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബഗ്ഗുകൾ പറയാറില്ലേ, എന്താ പറയാ, കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് വൈറസ്, അല്ലെങ്കിൽ വൈറസ് അറ്റാക്ക് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ അറ്റാക്ക് അല്ലാത്തത് അല്ലെങ്കിൽ എറർ ഫ്രീ എന്നുള്ളൊരു മീനിങ് വരും. ബഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വൈറസ് ആണ്, വൈറസ് അറ്റാക്ക് ഒന്നും വരാത്ത രീതിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹാക്ക് ഒന്നും ചെയ്യാത്ത രീതിയിൽ നമ്മളെ സിസ്റ്റം നല്ല സെക്യൂർഡ് ആയിട്ട് സൂക്ഷിക്കുക, എറർ ഫ്രീ. അതേപോലെ ഹാക്ക് ഒന്നും ചെയ്യാനൊന്നും പാടില്ല, നമ്മൾ നല്ല സെക്യൂരിറ്റിയിൽ നമ്മളുടെ ഇൻഫർമേഷൻസ് സൂക്ഷിക്കണം. ആരുടെ ഉത്തരവാദിത്തം? അത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ റെഗുലർ ആയിട്ട് ഓഡിറ്റ് എടുത്താൽ നമ്മുടെ ഇൻഫർമേഷൻസ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല,
പിന്നെ ഹെൽത്ത് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യത്തിനുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക, അവർ എന്തെല്ലാം രീതിയിലാണ് അനലൈസ് ചെയ്യേണ്ടത്, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടത് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടും അതേപോലെ റിപ്പോർട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാനും റിസർച്ച് പർപ്പസിനൊക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇത് നമ്മൾ നല്ല രീതിയിൽ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക. ഹെൽപ്പ് ഓഫ് സിസ്റ്റം, കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ നല്ല രീതിയിൽ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് മാനേജ് ചെയ്യാം. ഇതാണ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സും ഡ്യൂട്ടീസ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജേഴ്സ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു നോക്കിയിട്ട് പറയണോ കേട്ടോ. ഓക്കെ, നമ്മള് ഈ ചാപ്റ്റർ ഒന്നും കൂടി ഒന്നുകൂടി സമ്മപ്പ് ചെയ്യാം. കാരണം ആദ്യത്തെ പോർഷൻസ് ഇത്തിരി ടഫാണ്, എല്ലാവർക്കും അറിയാം. അവസാനം വന്നപ്പോ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയില്ലേ? ലാസ്റ്റ് പോർഷൻ ഭയങ്കര എളുപ്പമല്ലേ? യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ആദ്യത്തെ ടോപ്പിക് നീങ്ങാൻ ഭയങ്കര പാടായിരുന്നു, എനിക്കറിയാം. അപ്പൊ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ ടോപ്പിക്കും ടഫാണ്. ഈ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ നല്ല ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിപ്പോ ഒന്നും കൂടി പറയും, ആ സമയത്ത് ക്ലിയർ ആയില്ലെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം കേട്ടോ. ഈ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അറിയാലോ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. പേഷ്യൻസിന്റെ ഹെൽത്ത് ഹിസ്റ്ററി, ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈംസ്, അതേപോലെ ഇതെല്ലാം എന്തിലുണ്ടാവും ഹോസ്പിറ്റൽ. നിസ്സാരമാണ്. ഹോസ്പിറ്റലിൽ ഏറ്റവും കാര്യങ്ങളും ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എന്ത് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. സോ ഈ സിസ്റ്റം നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കണം, നല്ല കൺട്രോളും വേണം. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസിനും ഈ ഒരു ഇൻഫർമേഷൻസ് അക്സസ് ചെയ്യാനായിട്ട് പാടില്ല. സോ ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം എന്ന് നിങ്ങൾക്കറിയാം.
അല്ലെ? ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആണ്. ഇത് നമ്മുടെ ക്ലിനിക്കൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ, ലാബോറട്ടറി, ഇൻപേഷ്യന്റ്, ഫാർമസ്യൂട്ടിക്കൽസ് എല്ലാ ഒരു മാനേജ്മെന്റിലും നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം ഡിപ്പാർട്ട്മെന്റ്സിലും ഇന്ന് നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. With the help of hospital management information system, health providers-ന് നമ്മൾ ഈ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസോ നഴ്സും ആണ്. അവർക്ക് അവരുടെ വർക്കിൽ ഹെൽത്ത് കെയറിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് എന്തിന്റെ ഡ്യൂട്ടി വരുന്നില്ല, ഈ പേഷ്യന്റിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എൻറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അത് എഴുതിയെടുക്കേണ്ട കാര്യങ്ങളോ അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ട കാര്യങ്ങളോ ആർക്ക് വരുന്നില്ല, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വരുന്നില്ല. സോ അവരുടെ കയ്യിലുള്ള ടൈം നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളിലാണ്? അവരുടെ ഹെൽത്ത് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. അപ്പോൾ നമ്മള് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് രണ്ട് പേരാ പറയുന്നത്. ഇലക്ട്രോണിക്കലി നമ്മൾ ഹെൽത്ത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്നും ഇലക്ട്രോണിക്കൽ ഹെൽത്ത് റെക്കോർഡ് എന്നാണ് പറയുന്നത്. EMR, EHR, EHR, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. നമ്മൾ ഇതിൽ A-Z കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോയിന്റ്മെന്റ്സ്, ബില്ലിംഗ്, ഡയഗ്നോസിസ്, മച്ച് മോർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അപ്പോയിന്റ്മെന്റ്സ്? പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്, പേഷ്യന്റ് മാനേജ്മെന്റ്, then facility management, staff management, supply management, financial, insurance, laboratory, report, vaccination, അതേപോലെ ആഫ്റ്റർ സെയിൽ സർവീസ് ആയ സപ്പോർട്ട് മാനേജ്മെന്റ് വരെ എന്തിൽ വരുന്നുണ്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. ഇതെല്ലാമാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ മേജർ റോൾസ് എന്ന് പറയുന്നത്. ഡിഫറെന്റ് ലെവൽസ് ഓഫ് കെയർ ആണ് നമുക്ക് ക്വാളിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. പേഷ്യൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക, അവരുടെ വ്യൂ, അവർക്ക് നല്ലൊരു ഇംപ്രഷൻ, നമ്മുടെ പേഷ്യൻസിന് നമ്മുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഹെൽത്ത് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോസ്പിറ്റൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ബെനിഫിറ്റ്സ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മുടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാം, കമ്മ്യൂണിക്കേഷൻ കൂട്ടുക, പേഷ്യൻസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂട്ടുക, കുറച്ചും കൂടി നല്ല രീതിയിൽ എന്താണ് കമ്മ്യൂണിറ്റി അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, നല്ല ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഓവറോൾ ബെറ്റർ യൂസ് ഓഫ് ദ സർവീസ് ഇൻ ഹെൽത്ത് കെയർ സിസ്റ്റം. നമ്മളുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നല്ല രീതിയിൽ ഓവറോൾ നല്ല ബെറ്റർ യൂസ് ഓഫ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമ്മള് ഓരോ കമ്പോണൻസ് എന്തെല്ലാമാണ് ബെനിഫിറ്റ്സ് എന്നാണ് പിന്നെ ഡിസ്കസ് ചെയ്തത്. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് ഫോണിൽ നോക്കി അപ്പോയിന്റ്മെന്റ്സ് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഓൾട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യണോ അതിന് നമുക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി സമയം നമ്മൾ കോൾ ചെയ്ത് ടെലിഫോണിൽ നമ്മൾ കോൾ ചെയ്ത് ടൈം എടുത്ത് എന്ത് ചെയ്യേണ്ടതില്ല, അപ്പോയിന്റ്മെന്റ്സ് എടുക്കേണ്ടതില്ല. നമുക്ക് അത് നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അപ്പോയിന്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ പറയുന്നത് പുതിയ പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 68% പേഷ്യൻസും പ്രിഫർ ചെയ്യുന്നത് എന്താണ്? ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് ആണ്. കാരണം അവർക്ക് വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. സോ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാൻ ഈസിയാണ്, ഓർഡർ ചെയ്യാൻ ഈസിയാണ്, ക്യാൻസൽ ചെയ്യാൻ ഈസിയാണ്. സോ നമ്മൾ ചിലപ്പോൾ എയുടെ സപ്പോർട്ടോട് കൂടി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ബുക്ക് ചെയ്യാനൊക്കെ പറ്റുന്നത്. സോ റിയൽ ടൈം നമുക്ക് അതിന് റെസ്പോൺസ് കിട്ടാണ്. നമുക്ക് ഏത് ടൈം വേണമെങ്കിലും ബുക്ക് ചെയ്യാം. നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് ബുക്ക് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്കത് ബുക്ക് ചെയ്യാം. വേറെ പ്രശ്നമൊന്നുമില്ല. മുമ്പെന്ന് വെച്ചാൽ ടെലിഫോൺ തന്നെ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെ ബുക്കിംഗ് ടൈം അലോ ഉള്ളൂ എന്നൊക്കെ ഇടാറുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. റിയൽ ടൈം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കത് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിന്റെ ഒരു ഇമേജസ് ആണ് അവർ കാണിച്ചത്. പിന്നെ പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ വിത്ത് ഹെൽപ്പ് ഓഫ് എന്താ പറയാ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം പേഷ്യന്റ് മാനേജ്മെന്റ് കുറച്ചും കൂടി ഈസിയാണ്. കാരണം നമ്മൾ പേഷ്യന്റ് ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ തന്നെ
ജസ്റ്റ് ഫ്യൂ ക്ലിക്സിനുള്ളിൽ പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും, അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, അവരുടെ ട്രീറ്റ്മെന്റ് എന്തെല്ലാമാണ് വേണ്ടത്, എന്തെല്ലാം ട്രീറ്റ്മെന്റ് മുമ്പ് എടുത്തിട്ടുണ്ട്, അവരുടെ പ്രീവിയസ് വിസിറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്, ഇനി വരാൻ പോകുന്ന അപ്പോയിന്റ്മെന്റ്സ്, റിപ്പോർട്ടുകൾ, ഇൻഷുറൻസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ എന്തായിട്ടുണ്ടാവും, ഓണായി വന്നിട്ടുണ്ടാവും. സോ നമുക്ക് അതനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്, പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഒരു അഡ്മിഷൻ, ഡിസ്ചാർജ്, ട്രാൻസ്ഫർ എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി സ്മൂത്ത് ആണ്. നമുക്ക് പേഷ്യൻസ് റെക്കോർഡ്സ് ചില സമയത്ത് കൺസെന്റ് പോലും എന്തെങ്കിലും ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സർജറി ഓപ്പറേഷനിൽ കൺസെന്റ് പോലും നമുക്ക് ഇലക്ട്രോണിക് ആയിട്ട് സിഗ്നേച്ചേഴ്സ് കൺസെന്റ് ഫോമിൽ ഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത് നമുക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർസ് ആണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ, ഹെൽത്ത് മാനേജ്മെന്റ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തത്. നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം, ലാബ് ടെസ്റ്റ് റിമൈൻഡേഴ്സ് ഉണ്ടാവും, ഫോളോ അപ്പ് ചെക്കപ്പുകൾ എന്നാന്നുള്ളത് മെസ്സേജ് രൂപത്തിലേക്ക് വരും. കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഹോസ്പിറ്റലും പേഷ്യന്റ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അവർ നമ്മളെ വിട്ട് എവിടെയും പോകുന്നില്ല, നമ്മൾ അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അവർക്കൊരു തോന്നലുണ്ടാവും. പിന്നെ ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഉള്ള ഫെസിലിറ്റീസ് നമ്മൾ നല്ല രീതിയിൽ, നല്ല പ്രോപ്പർ ആയിട്ട്, നല്ല സുഗമമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സുഗമമായ ഒരു അനുഭവം തോന്നേണ്ടത് എന്തുകൊണ്ടാണ്, ഈ നല്ല രീതിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ്. സോ പേഷ്യൻസിന്റെ, നമ്മുടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്ക് പേഷ്യൻസിന്റെ ഡാറ്റാസ് ഈസിലി അക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അവർക്ക് എന്ത് ഫെസിലിറ്റി ആണ് വേണ്ടത് എന്ന് നമുക്ക് നേരത്തെ അവരോട് പറയാൻ പറ്റും. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്ര ബെഡ് അവൈലബിലിറ്റി ഉണ്ട്, എത്ര ഓക്യുപ്പൻസി ഉണ്ട്, ഇതെല്ലാം ആരുടെ കയ്യിലുണ്ട്, സ്റ്റാഫിന്റെ കയ്യിൽ ഉണ്ട്, ഇൻഫർമേഷൻസ് ഉണ്ട്. സോ അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിനോട് കൺവിൻസ് ചെയ്യാനായിട്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. സ്റ്റാഫ് മാനേജ്മെന്റ് എളുപ്പമാണ്. കാരണം വെച്ചാൽ HR ഡിപ്പാർട്ട്മെന്റിൽ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടിയിരിക്കുകയാണ്. കാരണം എന്താണ്, സ്റ്റാഫുകളെ ഏത് ജോബ് ആര് ചെയ്യണം, ആർക്കാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, ഏത് ജോബ് ആയിരിക്കണം, ജോബ് ടൈറ്റിൽ ഇന്നാണ് ഇത് ജോബ് ചെയ്യണം. അപ്പൊ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ വർക്ക് അലോക്കേറ്റ് ചെയ്യുന്നതൊക്കെ എളുപ്പമായിട്ട് ഈ കമ്പ്യൂട്ടർ സിസ്റ്റം വഴി ഓട്ടോമാറ്റിക്കലി ഇന്ന ആൾ ഇന്ന ജോബിലേക്ക് ആണെന്ന്, ഇന്ന ബ്ലോക്ക് ആണ് ഇന്ന ആൾക്ക് ഡ്യൂട്ടി എന്നൊക്കെ ഉള്ള രീതിയിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഒരുപാട് സോഫ്റ്റ്വെയർസ്, വിത്ത് ഹെൽപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് നമുക്ക് പറ്റുന്നുണ്ട്. അഡീഷണലി നമുക്ക് ഇനി ഹോസ്പിറ്റലിലേക്ക് മറ്റാരെങ്കിലും വേണം, സ്റ്റാഫ് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ, റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഹയറിംഗ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. സപ്ലൈ മാനേജ്മെന്റിൽ നമ്മൾ പറഞ്ഞത് മെഡിസിൻസിന്റെ കാര്യമാണ്, ഫാർമസ്യൂട്ടിക്കൽസിന്റെ കാര്യമാണ്. നമുക്ക് റിയൽ ടൈം ആയിട്ട് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറഞ്ഞ ഇൻവെന്ററി മാനേജ്മെന്റും സപ്ലൈ മാനേജ്മെന്റും ഏകദേശം സെയിം ആണ്. ഇൻവെന്ററി കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ cannot afford short term medical supplies. നമുക്ക് ഷോർട്ട് ലഭ്യതക്കുറവ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില ക്രിട്ടിക്കൽ മെഡിസിൻസ് ഒക്കെ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് റിയൽ ടൈം നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ റിയൽ ടൈം ആ മെഡിസിൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻവെന്ററി മാനേജേഴ്സിന് ഇതൊരു പരിധി വരെ ഇത് ഹെൽപ്ഫുൾ ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഇതിന് എന്നാണ് അടുത്ത പർച്ചേസിംഗ് ഡേറ്റ്, അതിന്റെ ക്വാളിറ്റി, എക്സ്പയറി ഡേറ്റ്, ഇതെല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ ഏതൊക്കെ മെഡിസിൻസ് അവൈലബിൾ ആണ്, ഏതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് ഒന്ന് വെരിഫൈ ചെയ്യാം. എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്തപ്പോ ഏതെങ്കിലും മെഡിസിൻ ഇല്ലാത്തണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അലർട്ട് വന്നു, ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ അലർട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഡോക്ടർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ മെഡിസിൻ മാറ്റി മറ്റൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് വളരെ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമെന്നല്ല, നമ്മൾക്ക് പേഷ്യൻസിന്റെ ബില്ല് ഇൻഫർമേഷൻസ്, എത്ര രൂപ കളക്ട് ചെയ്തു, എന്തൊക്കെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എന്തൊരു റവന്യൂ വന്നിട്ടുണ്ട്, റവന്യൂവും എക്സ്പെൻസും തമ്മിൽ നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ, അവർ തമ്മിലുള്ള കമ്പാരിസൺ, നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, പ്രോഫിറ്റ് എന്ന് തന്നെ പറയാം. ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ നോൺ പ്രോഫിറ്റിംഗ് ഓർഗനൈസേഷൻ ആണ്. സോ അതുകൊണ്ട് സർപ്ലസ് എത്ര വന്നിട്ടുണ്ട്, ഇനി ഡെഫിസിറ്റ് ആണോ, ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടം, സർപ്ലസ് എന്ന് വെച്ചാൽ ലാഭം. ഓക്കെ, സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം വഴി നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം മുമ്പ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് പേപ്പർ റെക്കോർഡ്സ് ആണ്.
അപ്പൊ അത് കുറെ ടൈം എടുക്കും. നമുക്ക് ഒരുപാട് ഫയൽസ് നോക്കണം, ഒരുപാട് കാര്യങ്ങൾ എൻ്റർ ചെയ്യണം. ഇത് ജസ്റ്റ് ഒരു കാര്യം വരുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇൻഫർമേഷൻ എന്ത് ചെയ്യാണ്, എൻ്റർ ചെയ്യാണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷനിലേക്ക് എൻ്റർ ചെയ്യാണ്. സോ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് എന്തുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ. പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള പേഷ്യന്റ് പോളിസി നമ്പർ, അതിന്റെ പേര്, ഏത് ഇൻഷുറൻസ് കമ്പനിയാണ്, ബാക്കി റിലേറ്റഡ് ആയിട്ടുള്ള പോളിസി നമ്പർ, എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഇൻഷുറൻസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസിലുണ്ട്. പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് അക്സസ് ചെയ്യാനും അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാനും വാലിഡിറ്റി ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് പറ്റും. ദെൻ പറയുന്നത് ലാബോറട്ടറി മാനേജ്മെന്റ് ആണ്. നമ്മൾ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്, വിത്ത് ഹെൽപ്പ് യൂസ് ഓഫ് ലാബിലൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. പല ലാബ് ടെസ്റ്റിലൊക്കെ നമുക്ക് ഈ ഇൻഫർമേഷൻ, പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും അതേപോലെ ഈ എന്താണ് HIMs യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. റിപ്പോർട്ട്സുകൾ, അതേപോലെ റെക്കോർഡ്സ് ഒക്കെ കളക്ട് ചെയ്യാനും ഡോക്ടേഴ്സിനൊക്കെ ഇത് ഈസി ആയിട്ട് അക്സസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ റിപ്പോർട്ട് മാനേജ്മെന്റ്സ് ആണ്. നമ്മുടെ ലാബുകളിലും മറ്റ് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ, സ്റ്റോർ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാൻ ഹോസ്പിറ്റൽ ഇൻഫർമേഷനിൽ പറ്റും. ഹോസ്പിറ്റൽ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. സോ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ഈ റിപ്പോർട്ടുകൾ എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ, അക്സസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പിന്നെ വാക്സിനേഷൻ ആണ്. വാക്സിനേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൊറോണയുടെ വാക്സിനേഷന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോവിഡ് വാക്സിൻ ബുക്ക് ചെയ്യാനും അതേപോലെ ഇനി എന്നാണ് അത് കംപ്ലീറ്റഡ്, അപ്കമിങ് വാക്സിനേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാനും റിമൈൻഡേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട വാക്സിനേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കേണ്ട ഏതാന്ന് ഞാൻ പറഞ്ഞു, നമ്മള് കോവിഡിന്റെ സമയത്ത് കോവാക്സിനും കോവിഷീൽഡ് ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നില്ല. അതേപോലെ ഓൺലൈനിൽ ഏതൊക്കെ വാക്സിൻസ് വരുന്നുണ്ട്, എന്നാണ് അതിന്റെ സ്ലോട്ട്, എന്നാണ് അത് എടുക്കേണ്ടത്, റിമൈൻഡേഴ്സ് വരും. പേഷ്യൻസിന് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ വേണ്ടി റിമൈൻഡേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി സപ്പോർട്ട് മാനേജ്മെന്റ് ആണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ളത്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ നമുക്കറിയാം, നമ്മളുടെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് ആണ് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഗസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ. സോ ഇവർക്ക് നല്ല രീതിയിൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇവരെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇവരുടെ എൻക്വയറീസ്, കംപ്ലൈൻസ്, റിക്വസ്റ്റ്, ഫീഡ്ബാക്സ് എല്ലാം പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിനുണ്ട്. ഇവരുടെ റിക്വസ്റ്റുകൾ, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ഫീഡ്ബാക്ക് കളക്ഷൻ പ്രോസസ്സ് ഇന്ന് ഒരുപാട് ഹോസ്പിറ്റൽസിലുണ്ട്. ഞാൻ പറയില്ലേ, ഇതിന്റെ ഹെൽപ്പ് ഓഫ് AI നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി പറയുന്നതാണ്, ഇത്രയുമാണ് നമ്മൾ എന്ത് പറഞ്ഞത്, കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. ഇത്രയും മാനേജ്മെന്റ്സ് ആണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ കമ്പോണൻസ്. ഇതെല്ലാം കൂടി കൂടിയതാണ് ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ 11 കമ്പോണൻസും കൂടി എന്തിൽ ഇൻക്ലൂഡഡ് ആണ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആണ്. ഇവരെല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കമ്പോണൻസുകൾ നല്ല ഒത്തൊരുമയോടുകൂടി നല്ല രീതിയിൽ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണം. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. നമ്മൾ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്, ഹോസ്പിറ്റലിൽ എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണുള്ളത്, പേഷ്യൻസിന് എന്തെല്ലാമാണ്, കുറച്ചും കൂടി ക്വാളിറ്റി സർവീസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട്. ഒരു 59% ഓഫ് എന്താ പറയാ ഡോക്ടേഴ്സ് ആർ വില്ലിംഗ് ടു യൂസ് ബെറ്റർ ഫോർ ഓൺലൈൻ അസിസ്റ്റൻസ്. ഓൺലൈൻ അസിസ്റ്റൻസ് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി അവർ എന്ത് കാണിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. സോ പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് നമുക്ക് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോയിന്റ്മെന്റ്സ് എന്നാ നമുക്കറിയാം, റിമൈൻഡേഴ്സ് അയക്കുന്നു, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, ഓൺലൈൻ വഴി ഡോക്ടേഴ്സ് നേഴ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതെല്ലാം നമ്മളുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് കാരണമാവുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇൻഫർമേഷൻസ് സെക്യൂർഡ് ആണ്, ഹൈലി സെക്യൂരിറ്റിയിലാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ളത്.
ഹോസ്പിറ്റലിലുള്ളത്. സോ അതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സെക്യൂർ ഹോസ്പിറ്റൽ ഡാറ്റയാണ്. ഹോസ്പിറ്റൽ ഡാറ്റാസ് കറക്റ്റ് സെക്യൂർഡ് ആണ്. ഇംപ്രൂവ് അക്സസ് ടു പേഷ്യന്റ് ഡാറ്റാസ്. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് ഈ പേഷ്യൻസിന്റെ ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. പേഷ്യന്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടേഴ്സ് ഇതിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റ് റിസൾട്ട് എന്താണ്, ബില്ലിംഗ് ഡീറ്റെയിൽസ്, മറ്റോ എല്ലാവരും ജസ്റ്റ് ഫ്യൂ ക്ലിക്സിനുള്ളിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഓപ്പൺ ആയിട്ട് വരാം. റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം. നമ്മൾ ഒരു പ്രാവശ്യം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വീണ്ടും വരുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഡീറ്റെയിൽസ് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ അപ്പോയിന്റ്മെന്റ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഒക്കെ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ ടൈമും എഫേർട്ട് കുറവാണ്. കാരണം പേഷ്യന്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യന്റിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ സിസ്റ്റത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈമിൽ തന്നെ അടുത്ത നിമിഷം മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ അത് കെയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ആ ഇൻസ്റ്റലേഷൻ ടൈമിൽ നമുക്ക് ഒത്തിരി കോസ്റ്റ് വന്നാലും പിന്നെ നമുക്ക് ആ കോസ്റ്റ് വരുന്നില്ല. മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത്ര വലിയ കോസ്റ്റുകൾ വരുന്നില്ല. ഒരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് സേവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത്രയും വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും സ്റ്റാഫുകൾ നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ട് വരും. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് റെഡ്യൂസ് ചെയ്യും, റിസോഴ്സ് അലോക്കേഷൻ കറക്റ്റ് ആക്കും, നമ്മുടെ മെഡിക്കൽ സപ്ലൈയുടെ വേസ്റ്റേജ് ഒഴിവാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. കാരണം കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്താൽ മതി, മെഡിസിൻസ് ഒക്കെ ഓർഡർ ചെയ്താൽ മതി. അതുകൊണ്ട് നമുക്ക് മെഡിസിൻസ് വേസ്റ്റ് ആയി പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. സോ ഇതുവഴി നമുക്ക് നമ്മുടെ റവന്യൂ മാക്സിമൈസ് ചെയ്യാൻ പറ്റും. ടൈംലി ബില്ലിങ്, അതേപോലെ റെഡ്യൂസിംഗ് ദ ക്ലെയിം ഡിലേസ്. നമുക്ക് ക്ലെയിമുകൾ മുടങ്ങിപ്പോകില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ക്ലെയിം എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിമുകൾ ബ്രേക്ക് ആയി പോകുന്നത്, അവര് ഡിലേ ചെയ്യുന്നത്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാനായിട്ട് പറ്റും. ഇന്റലിജന്റ് അനലിസ്റ്റ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് റിപ്പോർട്ട്സ്. നമുക്ക് നല്ല രീതിയിൽ ഓട്ടോമാറ്റിക്കലി ആണ്, ഞാൻ പറഞ്ഞത് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എല്ലാ റിപ്പോർട്ട്സും ഓട്ടോമാറ്റിക്കലി നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്യാണ്, ഈ സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാണ്. സോ അതിൽ എറേഴ്സ് ഉണ്ടാവില്ല. ഒരു വ്യക്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു ഹ്യൂമൻ ബീങ് ചെയ്യുകയാണെങ്കിൽ തെറ്റ് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിത്ത് ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ കറക്റ്റ് ആയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. അത് അവിടെ മിസ്റ്റേക്കുകൾ വരാനുള്ള ചാൻസ് ഇല്ല. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ പറ്റും. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പറഞ്ഞ കമ്പോണൻസ് ഉണ്ട്, ഈ എല്ലാ കമ്പോണൻസിലും ഒരുമിച്ചാണ് കൺട്രോൾ വരുന്നത്. സോ നമുക്ക് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. റെഡ്യൂസ് മെഡിക്കൽ എറേഴ്സ്. ഒരു പരിധി വരെയും മെഡിക്കൽ എറേഴ്സ് കുറയ്ക്കാനായിട്ട് നമ്മളിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ റെഡ്യൂസ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. നമ്മള് റീഅഡ്മിഷൻ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വരാനുള്ള ഒരു അസുഖം മാറി പെട്ടെന്ന് തന്നെ വീണ്ടും വരേണ്ട അവസ്ഥ വരുന്നില്ല. ഹോസ്പിറ്റലൈസേഷൻ നല്ല രീതിയിൽ നമുക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു ബെറ്റർ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാഴ്ചവെക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ എന്തായിരുന്നു ബെനഫിറ്റ്സിൽ പറയുന്നത്. ദെൻ ഹോസ്പിറ്റൽസിന്റെ ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ് പറഞ്ഞത്. പേഷ്യന്റ് പോർട്ടൽ ഉണ്ട്, മെഡിക്കൽ ബില്ലിംഗ്, പേഷ്യന്റ് ഷെഡ്യൂളിംഗ്, അതേപോലെ ഇ പ്രിസ്ക്രൈബിംഗ്, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ പറയുന്നുണ്ട്, ഇമ്പോർട്ടൻസിൽ പറയുന്നുണ്ട്. പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ രോഗിയുടെ ആരോഗ്യ രേഖകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സുരക്ഷിത ഓൺലൈൻ സംവിധാനമാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഒരു പ്രോഗ്രാം ആണ്. പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല രീതിയിൽ ഇലക്ട്രോണിക്കലി നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഇൻഫർമേഷൻസ് അതോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്യൂർഡ് ആയിരിക്കും, ഹൈലി സെക്യൂർഡ് ആയിരിക്കും. അപ്പോ നമുക്ക് മറ്റാർക്കും അത് എന്ത് ചെയ്യേണ്ടതായിട്ട് വരില്ല, എന്താ പറയുക, മോഷ്ടിക്കണോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഗ്രാം ഹാക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം ഹൈലി സെക്യൂർഡ് ആയിരിക്കും. അപ്പോ പഴയ രീതിയിലത്തെ ഒരു അറേഞ്ച്മെന്റ് അല്ല ഇന്ന് കാണുന്നത്. ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്സ് ഓൺലൈൻ എന്ത് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. നമ്മുടെ മെഡിക്കൽ ബിൽസ് ഒക്കെ ഓൺലൈൻ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് നടത്താൻ പറ്റും. സോ കുറച്ചും കൂടി ഈസിയാണ് ഇന്ന് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറച്ചുകൂടി ബെനഫിഷ്യൽ ആണ്. അപ്പോൾ ഡേ ടു ഡേ പേഷ്യന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്ന ഒരു മേഖല ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. മെഡിക്കൽ ബില്ലിംഗ് നമുക്കറിയാം.
ബില്ലിംഗ് എന്ന് പറയുമ്പോൾ അറിയാവും, നമുക്കറിയാലോ, ഞാൻ പറയാറുണ്ടല്ലോ, വലിയൊരു ലോങ് ക്യൂവില് നിന്നിട്ടായിരിക്കും നമ്മൾ മെഡിസിൻസിന്റെ കാര്യങ്ങൾ ബില്ല് പഠിക്കുന്നത്. അപ്പൊ വിത്ത് ഹെൽപ്പ് ഓഫ് മെഡിക്കൽ ബില്ലിംഗ് നമുക്കൊരു അധികം ടൈം കൺസ്യൂം ചെയ്യില്ല. ലെസ് എമൗണ്ട് ഓഫ് ടൈം ദാൻ യൂഷ്വൽ, സാധാരണ രീതിയേക്കാൾ കുറച്ച് ടൈമേ നമുക്ക് ഇത് കിട്ടുന്നുള്ളൂ. സോ കുറച്ചും കൂടി ഈസിയാണ്, നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ്, ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ പ്രോപ്പർ ആക്കാൻ പറ്റുന്നുണ്ട്, ബില്ലിംഗ് കറക്റ്റ് ആക്കാൻ പറ്റുന്നത്. ഇതെല്ലാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉള്ളത് കൊണ്ട് നമുക്ക് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റിയിരിക്കുന്ന കാര്യങ്ങളാണ്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് നമുക്ക് എപ്പോ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് 24/7 ഫുൾ ഡേയ്സ് ആണ്, 7 ദിവസവും 24 മണിക്കൂറും. അത് അവർ കംഫർട്ടബിളോ അല്ല അവരുള്ള സമയം നോക്കിയിട്ടോ വർക്കിംഗ് അവേഴ്സ് നോക്കിയിട്ടോ ഒന്നും വേണ്ട, നമുക്ക് എപ്പോ വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും അത് ക്യാൻസൽ ചെയ്യാനും അത് ഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രിസ്ക്രൈബിംഗ് ആണ് നമ്മൾ പറഞ്ഞു, എന്താണ് ഓൺലൈൻ ടെലിമെഡിസിന്റെ കാര്യത്തില് അവിടെ നമ്മൾ ഈ പ്രിസ്ക്രൈബിംഗ് ആണ് വരുന്നത്. ഡോക്ടേഴ്സ് നമ്മൾ പരിശോധിച്ച് ഈ പ്രിസ്ക്രിപ്ഷൻസ് കൊടുക്കുന്നത്. അതേപോലെ ഫാർമസിയിലേക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു, ഫാർമസിയിലേക്ക് ഡോക്ടർ നേരിട്ടാണ് ഓർഡർ കൊടുക്കുന്നത്, പിന്നെ മെഡിസിൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് സ്റ്റോക്ക് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിലുള്ള മെഡിസിൻ തന്നെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്, പേഷ്യന്റോ ഡോക്ടറോ ഒരുമിച്ചല്ലാത്ത സമയം അല്ലെങ്കിൽ നേരിട്ട് ഫിസിക്കലി പ്രസന്റ് അല്ലാതെ നമുക്ക് പേഷ്യൻസിനെ പരിശോധിക്കാനുള്ള ഒരു മാർഗമാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. കുറച്ചും കൂടി എക്സ്പെൻസ് കുറവാണ്, കുറച്ചും പ്രിഫറബിൾ ആണ് ഈ ഒരു മെത്തേഡ്. ദെൻ പറഞ്ഞത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ്. പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഡീറ്റെയിൽസ് നമ്മൾ ഈ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അസസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും, അതായത് പേരടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് നമുക്കത് വരും. അതായത് ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി, ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. സോ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് നെക്സ്റ്റ് സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ നമ്മൾ പഠിച്ചത് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. അത് 4 സിസ്റ്റം പഠിച്ചു. ഫസ്റ്റ് ഒന്ന് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഓർ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ് ആണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ലാബോറട്ടറി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം പറഞ്ഞു. ദെൻ നമ്മൾ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി പറഞ്ഞു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് റെക്കോർഡ് ഇലക്ട്രോണിക്കലി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പഴയ റെക്കോർഡിനെയാണ് നമ്മൾ പേപ്പർ റെക്കോർഡ് എന്ന് പറയുന്നത്. ഒരുപാട് ബെനിഫിറ്റ്സ് പേപ്പർ റെക്കോർഡ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് എന്തിനുണ്ട്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കുറവാണ്. പേപ്പർ റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ്, ഹാൻഡ് റിട്ടൺ പ്രോപ്പർലി ആയിരിക്കില്ല, റീഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അതൊന്നും എവിടെ ഇല്ല, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഇല്ല. സോ ഒരു പരിധി വരെയും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ കമ്പാരിസൺ ആണ്. പിന്നെ എന്താണ് മനസ്സിലായില്ല? ഏത് കാണുന്നില്ല? ഈ ഹെൽത്ത് റെക്കോർഡ് ഒന്നും കാണുന്നില്ലേ? ഈ ടൈപ്സ് കാണുന്നില്ല? അത് ഇൻഫോം ചെയ്യണം കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഇൻഫോം ചെയ്തേക്കുക. അപ്പൊ അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളൂ കേട്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം കേട്ടോ, അത് ഒന്ന് ഇൻഫോം ചെയ്യണേ. ദെൻ ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. ഈ ചാപ്റ്റർ കാണുന്നില്ല എന്നാണോ പറയുന്നത്? ചാപ്റ്റർ മാം ചാപ്റ്റർ മാറിപ്പോയി, PDF കാണുന്നില്ല. ടൈപ്സ് ആ കുട്ടി പറഞ്ഞത് ടൈപ്സ് കാണുന്നില്ല എന്നാണ്. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ റെക്കോർഡ്സിന്റെ ടൈപ്സ് കാണുന്നില്ല, ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ടൈപ്പ് കാണുന്നില്ല എന്നല്ല ഉദ്ദേശിച്ചത്. ഞാൻ മ്യൂട്ട് മാറ്റാം, പറഞ്ഞു സംസാരിച്ചു. അതൊന്ന് ഇൻഫോം ചെയ്യണേ. നമ്മുടെ ടെസ്റ്റിൽ ഇല്ല എന്ന് അവരോട് ഇൻഫോം ചെയ്യണം കേട്ടല്ലോ. അപ്പൊ അവർ ചിലപ്പോൾ PDF അയച്ചു തരും കേട്ടോ. കാരണം അത് ഇമ്പോർട്ടന്റ് ആണ്, കമ്പാരിസൺ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഒന്ന് ഇൻഫോം ചെയ്തേക്ക് കേട്ടോ.
ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. നമ്മള് ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റത്തിലും നമ്മൾ എന്താണ് പറയുന്നത്, വൺ ഓഫ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പാർട്ടാണ് ഇത്. ലാബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം നമുക്കറിയാം, ലാബുകളിൽ ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. ലാബ് ടെസ്റ്റ് ചെയ്ത റിസൾട്ടുകൾ നമ്മളുടെ എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. റിസൾട്ടുകളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആണ്. നമ്മൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കളക്ട് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും എന്തായിട്ട് കണക്റ്റഡ് ആണ്, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ആയിട്ട് കണക്റ്റഡ് ആണ്. വളരെ ഹെൽപ്ഫുൾ ആണ്. ബേസിക് പാറ്റേഴ്സ് ഓർഡർ. പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫിസിഷ്യൻ ഓർഡർ എൻട്രി ആണ്. ഫിസിഷ്യന്റെ ഓർഡേഴ്സ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാണ്. അപ്പൊ അവിടെ എറേഴ്സ് വരാനുള്ള പ്രശ്നമില്ല. നമുക്ക് നമ്മൾ എന്താ പറയുക, ഫാർമസിയിലേക്കൊക്കെ നമ്മള് ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ അയക്കാൻ വളരെ എളുപ്പമാണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഓർഡർ എൻട്രിയിൽ വളരെ എളുപ്പമാണ്. അവിടെ തെറ്റുകൾ വരുന്നില്ല. ഇലക്ട്രോണിക്കലി ആണ് അവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്. സോ മിസ്റ്റേക്കുകളൊന്നും വരുന്നില്ല. ഇത്രയുമാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. ദെൻ 10 യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ആദ്യം പറഞ്ഞു, ഇതാണ് നമ്മളുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ബേസിക് എന്ന് പറയുന്ന വലിയൊരു ചാപ്റ്റർ. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഈ ബെനിഫിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ആ ഹെഡിങ് കഴിഞ്ഞിട്ട് അതൊരു 4 പോയിന്റ് കഴിഞ്ഞിട്ട് കമ്പാരിസൺ അല്ലേ, കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡാണ് എന്റെ PDF പേജ് ഇല്ല എന്ന് വിളിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയണം കേട്ടോ. PDF അയച്ചു തരും ഇവിടുന്ന്. ഒരു പേജ് ഒന്നല്ല, മോനിപ്പോ പറഞ്ഞതനുസരിച്ച് അവിടെ ഒരു പേജ് ആയിട്ടുണ്ട് അല്ലേ? 5 പേജോളം ഉണ്ട്. ആണോ? ഈ ഒരു ചാപ്റ്ററിൽ മിസ്സിംഗ് ആണെന്ന് പറയണം കേട്ടോ. ചിലപ്പോ മോന്റെ ടെസ്റ്റിൽ മാത്രം വന്നതായിരിക്കും കേട്ടോ. റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റാത്തതിന്റെ ഇഷ്യൂ റെഡി ആയോ? എന്താണ് മാം, റെക്കോർഡ് ക്ലാസ് മൺഡേ മുതലുള്ള റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സെറ്റ് ആയെന്ന് ചോദിക്കാൻ വേണ്ടിട്ട്. ശരിയായെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ പ്രശ്നമൊന്നും വേറെ ബാച്ചിനൊന്നും പറഞ്ഞിട്ടില്ല. ശരിയായിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ ഇന്നൊരു റെക്കോർഡ് ക്ലാസ് കണ്ടിരുന്നു. ഓക്കെ, അപ്പോ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് ആണ് എടുക്കുന്നത് കേട്ടോ. ലോണ്ടറി ആണ് എടുക്കുന്നത്. റാബിയുടെ ബിസിനസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഞാനത് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട്? വലിയ ചാപ്റ്റർ ആയിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ബേസിക് ആയിട്ട് മനസ്സിലാക്കും നിങ്ങൾക്ക്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.